പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16 അധ്യായങ്ങളാണുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഇവിടെ കർത്താവ് യേശു മിശിഹായുടെ വിചാരണ, വിധി, അതുപോലെ ഈശോയുടെ കുരിശ് മരണം, ഈശോയുടെ സംസ്കാരം, ഇത്തരം കാര്യങ്ങളാണ് ഈ 15-ാം അധ്യായം വിവരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായി ഈ 14-ാം അധ്യായത്തിൽ പറഞ്ഞ ചില സൂചനകളെ നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. 14-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്, 14-ാം അധ്യായം പറഞ്ഞത് പുരോഹിതന്മാർ, ജനപ്രമാണിമാർ, നിയമജ്ഞന്മാർ, ഫരിസേയന്മാർ എന്നിവരടങ്ങുന്ന മതനേതാക്കളുടെ സംഘം യേശുവിനെ മനസ്സിലാക്കുന്നതിൽ, യേശു ദൈവപുത്രനാണെന്ന് തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുകയാണ്. അപ്പോൾ 14-ാം അധ്യായം പറഞ്ഞത്, അതായത് മതത്തിൻ്റെ നേതാക്കന്മാർക്ക് യേശു വന്ന്, ദൈവപുത്രൻ വന്ന് കൺമുമ്പിൽ നിൽക്കുമ്പോൾ അത് യേശുവാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ നമ്മളെ ഭയപ്പെടുത്തേണ്ടതാണ്. കാരണം ഇന്നീ കാലഘട്ടത്തിൽ മതത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന, മതനേതാക്കളായി ശുശ്രൂഷ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ആത്മീയതയുടെ മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാ ആളുകളും ഇത് ഭയപ്പെടണം. കാരണം സാക്ഷാൽ യേശു നൂറ്റാണ്ടുകളായി യഹൂദജനം പ്രതീക്ഷിച്ചിരുന്ന ദൈവപുത്രനായിരുന്നിട്ടും, മിശിഹായെ പ്രതീക്ഷിച്ചിരുന്നൊരു ജനമായിരുന്നിട്ടും, ബൈബിൾ നല്ലതുപോലെ അറിയാമായിരുന്ന, സ്ക്രിപ്ചർ തറോ ആയിട്ട് മനസ്സിലാക്കിയിരുന്ന, നല്ല ആഴത്തിൽ വേദ പഠനമുണ്ടായിരുന്ന ആളുകൾക്ക് യേശുവിനെ മനസ്സിലായില്ല. അപ്പോൾ ഇതൊരു സൂചനയാണ്. അതായത് നമുക്ക് ഒരുപക്ഷെ ഈശോ ഇനി രണ്ടാമത് വരുമ്പോൾ കർത്താവ് വന്നു എന്ന് മനസ്സിലാകുമോ, അല്ലെങ്കിൽ കർത്താവ് വരാറായി എന്ന് മനസ്സിലാകുമോ, ദൈവത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇത് നമ്മളെ ശരിക്കും ഭാരപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ്. മതത്തിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിന്നവരാണ് യഥാർത്ഥത്തിൽ യേശുവിനെ തിരിച്ചറിയാതെ പോയത്. അതാണ് 14-ാം അധ്യായം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, അങ്ങ് ഒന്നാമത് വന്നപ്പോൾ ആത്മീയതയുടെ മുൻപന്തിയിൽ നിന്നവർക്ക് അങ്ങേ മനസ്സിലായില്ല. അങ്ങ് രണ്ടാമത് വരുമ്പോഴും ഈ അപകടം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ഈശോ പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും ജാഗ്രത പുലർത്താൻ നമ്മൾ നിർബന്ധം പുലർത്തേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം നമ്മൾ കണ്ടത്, ഈ 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 15-ാം അധ്യായത്തിലെ കാര്യങ്ങളെ മർക്കോസ് ക്രമപ്പെടുത്തുന്നത് ഈ യഹൂദന്മാരുടെ യാമങ്ങളനുസരിച്ചാണ്. അതിരാവിലെ, 3-ാം മണി, 6-ാം മണി, 9-ാം മണി, സന്ധ്യ, ഇങ്ങനെയാണ് ആ ഈശോയുടെ മരണത്തിൻ്റെ മണിക്കൂറുകളെ മർക്കോസിനെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് 14-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. 14-ാം അധ്യായത്തിൽ 13-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞിരുന്നു, മർക്കോസ് 13 35-ാമത്തെ വാക്യം എങ്ങനെയാണ്? 35, 36, 37 അന്ന് വായിക്കാം നമുക്ക്. മർക്കോസ് 13, 35, 36, 37. അതുകൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം ഇനി അടുത്ത ഈ മണിക്കൂറുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ. മർക്കോസ് 13, 35, 36, 37 വായിക്കാം. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ, എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത്, എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്, ജാഗരൂകരായിരിക്കുവിൻ. അപ്പോൾ വാച്ച്, നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം. ഇത് പറഞ്ഞിട്ടാണ് 13-ാം അധ്യായം അവസാനിച്ചത്. 14-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്, ഈ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ പുലർച്ചയ്ക്കോ, അതിലേ പറഞ്ഞേ, യജമാനൻ വരുമ്പോൾ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ പുലർച്ചയ്ക്കോ എപ്പോഴെന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കണം. യജമാനൻ വരുമ്പോൾ നിങ്ങളെ എങ്ങനെ കാണരുത്? നിങ്ങൾ ഉറങ്ങുന്നതായിട്ട് കാണാൻ പാടില്ല.
ഇതാണ് ഈശോ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പിന്നീട് 14-ാം അധ്യായത്തിൽ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ ആരംഭം. അപ്പോൾ അവിടെ നമ്മൾ 14-ാം അധ്യായത്തിൽ സൂക്ഷിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് ഈശോ പറഞ്ഞ ഇനി ഓരോ മണിക്കൂറും മർക്കോസ് വിവരിക്കുകയാണ്. സന്ധ്യയ്ക്ക് എന്താണ് നടന്നത്? സന്ധ്യയ്ക്ക് നടന്നത് പെസഹ അത്താഴമാണ്. പെസഹ അവർ ഭക്ഷിച്ചു. ഇനി സന്ധ്യ കഴിഞ്ഞിട്ട് 14-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് അർദ്ധരാത്രിക്ക് എന്താ നടന്നത്? യേശുവിനെ അറസ്റ്റ് ചെയ്തു. അർദ്ധരാത്രി യേശുവിനെ അറസ്റ്റ് ചെയ്തു. യഹൂദന്മാരുടെ പെസഹ പാരമ്പര്യം അനുസരിച്ച് സംഹാരദൂതൻ ഈജിപ്തിനെ കടന്നുപോയത് രാത്രി എത്ര മണിക്കാണ്? 12 മണിക്കാണ്. 12 മണിക്കാണ് മരണത്തിൻ്റെ ദൂതൻ പാസ് ചെയ്തത്. അപ്പോൾ ആ മരണത്തിൻ്റെ ദൂതൻ 12 മണിക്ക് ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈശോ, നമ്മളതെല്ലാം വിശദമായിട്ട് കണ്ടതാണ്. കാരണം 9 മണിക്കാണ് ഈശോ ഗത്സമനിയിൽ പ്രാർത്ഥിക്കാനായിട്ട് കയറിയത്. 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ഈശോ എന്ത് ചെയ്തു? തിരിച്ചു വന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങുകയാണോ? ഉണർന്നിരിക്കാൻ പറ്റില്ലേ? വീണ്ടും പോയി 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നു. വീണ്ടും പോയി 1 മണിക്കൂർ പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു. അപ്പോൾ 12 മണിയായി. 9 മണിക്കാണ് 12 മണിയായി. 12 മണിക്ക് പെസഹ പാരമ്പര്യം അനുസരിച്ച് പെസഹ രാത്രിയിൽ മരണത്തിൻ്റെ ദൂതൻ പാസ് ചെയ്യുന്നത് 12 മണിക്കാണ്. അപ്പോൾ ആ ഗത്സമൻ തോട്ടത്തിൽ യേശുവിനെ പിടിക്കാൻ വേണ്ടി പട്ടാളക്കാർ വരുമ്പോൾ അവിടെ വന്ന മരണത്തിൻ്റെ ദൂതൻ, സംഹാര ദൂതൻ ആരായിരിക്കും? യൂദാസ്. പാസ് ചെയ്ത സംഹാര ദൂതൻ യൂദാസാണ്. അപ്പോൾ ആ മരണത്തിൻ്റെ ദൂതൻ 12 മണിക്ക് വന്നു, യേശുവിനെ കാണിച്ചു കൊടുത്തു. അവർ യേശുവിനെ അറസ്റ്റ് ചെയ്തു. ഇനി യേശുവിനെ കൊണ്ടുപോയി രാത്രി മുഴുവൻ യേശുവിനെ പീഡിപ്പിച്ചു. ഇനി സന്ധ്യ എന്ന് പറഞ്ഞാൽ പെസഹ അത്താഴം കഴിച്ചു. രാത്രി എന്ന് പറഞ്ഞാൽ ഈശോയെ അറസ്റ്റ് ചെയ്തു. മരണത്തിൻ്റെ ദൂതനെ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇനി കോഴി കൂവുക എന്ന് പറഞ്ഞാൽ 3 മണിക്കാണ്. വെളുപ്പിനെ 3 മണിക്ക് എന്താ സംഭവിച്ചത്? പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. അത് ഓർത്ത് മനസ്സ് നൊന്തവൻ കരഞ്ഞു. 3 മണി. അപ്പോൾ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ. ഇനി അടുത്ത അവർ ഏതാണ് വരാനുള്ളത്? അതിരാവിലെ. 15-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. അതിരാവിലെ. കണ്ടോ? അതങ്ങനെയാണ്, ആ ഓർഡർ അനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ സന്ധ്യ, അർദ്ധരാത്രി, കോഴി കൂവുമ്പോൾ അതിരാവിലെ. ഈശോ ശിഷ്യന്മാരോട് 13-ാം അധ്യായത്തിൽ പറഞ്ഞു, ആ മണിക്കൂർ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആ മണിക്കൂറിനെ കുറിച്ച് പിതാവിനല്ലാതെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. ആ മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥമുണ്ട്. ഒന്ന്, ഈശോ രണ്ടാമത് വരുന്ന മണിക്കൂർ. അതിന് മുമ്പ് ആ മണിക്കൂർ എന്നതിൻ്റെ അർത്ഥം യേശു കൊല്ലപ്പെടുന്ന മണിക്കൂർ. അങ്ങനെ അർത്ഥം കൂടെ അതിനുണ്ട്. യേശു കൊല്ലപ്പെടുന്ന മണിക്കൂർ. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ കാണും ഈശോ ഏറ്റവും അധികം ഭയപ്പെട്ട ഒരു മണിക്കൂറുണ്ട്. ഗത്സമൻ തോട്ടത്തിൽ വെച്ച് ഈശോ പ്രാർത്ഥിച്ചത്, പിതാവേ കഴിയുമെങ്കിൽ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. സേവ് മീ ഫ്രം ദിസ് അവർ. ഈ മണിക്കൂറിൽ നിന്ന്. അങ്ങനെ ഈശോ പേടിച്ചിരുന്നൊരു മണിക്കൂറുണ്ട്. നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് മണിക്കൂറാണതെന്ന്. അപ്പോൾ അതിരാവിലെ, പിന്നെ വായിച്ചേ. അതിരാവിലെ പുരോഹിത പ്രമുഖന്മാർ ജനപ്രമാണികളോടും നിയമജ്ഞരോടും ന്യായാധിപ സംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി അവർ യേശുവിനെ ബന്ധിച്ച് കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് 14-ാം അധ്യായത്തിൽ യഹൂദ ജനം യേശുവിനെ തള്ളിപ്പറഞ്ഞു. സ്വജാതി യേശുവിനെ തള്ളിപ്പറഞ്ഞു. 15-ാം അധ്യായത്തിൽ വിജാതീയർ യേശുവിനെ തള്ളിപ്പറയുകയാണ്. 14-ാം അധ്യായത്തിൽ സ്വന്തം ജനം യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. 15-ാം അധ്യായത്തിൽ വിജാതീയർ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിരാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ റോമൻ വർക്ക് ഡേ, പ്രവൃത്തി ദിവസം ആരംഭിക്കുന്നത് ഏർലി മോർണിംഗിലാണ്. ഇപ്പം നമ്മുടെയൊക്കെ ഓഫീസ് ഒരു 10 മണിക്ക് 9 മണിക്ക് 10 മണിക്കൊക്കെ തുടങ്ങുമെങ്കിൽ ഒരു റോമൻ ഓഫീസ് തുടങ്ങുന്നത് വെളുപ്പിനെ 6 മണിക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ അതിരാവിലെ തന്നെ പീലാത്തോസിനെ കിടക്കപ്പായെന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് പീലാത്തോസിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയെന്നല്ല, റോമാക്കാരുടെ പ്രവൃത്തി ദിവസം ആരംഭിക്കുന്നത് വെളുപ്പിനെയാണ്. അതുകൊണ്ടാണ് അതിരാവിലെ തന്നെ പുരോഹിത പ്രമുഖന്മാർ ജനപ്രമാണികളോടും നിയമജ്ഞരോടും ന്യായാധിപ സംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി അവർ യേശുവിനെ ബന്ധിച്ച് കൊണ്ടുപോയി. ബന്ധിച്ചു എന്ന് പറഞ്ഞാൽ എന്തിനാ? ഈശോയെ ബന്ധിക്കേണ്ട ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ ബന്ധിക്കേണ്ട യാതൊരു ആവശ്യമില്ലാത്ത യേശു ഓടിപ്പോവില്ല. അവർക്ക് നല്ലതുപോലെ അറിയാം. ബന്ധിച്ചെന്തിനാണ്? പീലാത്തോസിൻ്റെ അടുത്ത് യേശുവിനെ കൊണ്ടുപോകുന്നത് ഒരു കൊടും കുറ്റവാളിയായി അവതരിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഹാർഡ് കോർ ക്രിമിനലിനെ കൊണ്ടുപോയി പീലാത്തോസിൻ്റെ മുമ്പിൽ നിർത്താൻ പോവാണ്. അപ്പം അങ്ങനെ നിർത്താൻ പോകുന്ന സമയത്ത് ഒരു കുറ്റവാളിയാണ് എന്ന് തോന്നിപ്പിക്കാനാണ് അവനെ ബന്ധിച്ചത്.
ഒരു കുറ്റവാളിയാണെന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യേശുവിനെ ബന്ധിച്ചത്. ഇനി ഒരു കാര്യം കൂടെ ഇവിടെ മനസ്സിലാക്കണം. 14-ാം അധ്യായത്തിൽ യേശുവിനെതിരെ സൻഹദ്രീം സംഘം കണ്ടുപിടിച്ച കുറ്റാരോപണം എന്താണ്? എന്താണ് യേശുവിനെതിരെ യഹൂദന്മാർ ചുമത്തിയ കുറ്റം? ദൈവദൂഷണം പറഞ്ഞു. ദൈവദൂഷണം, ബ്ലാസ്ഫമി. ദൈവദൂഷണം യഹൂദ മത നിയമമനുസരിച്ച് വധശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ്. ശ്രദ്ധിക്കുക, യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരാൾ ദൈവദൂഷണം പറഞ്ഞാൽ അവനെ കൊല്ലാം. പക്ഷെ ഇപ്പോൾ നാട് ഭരിക്കുന്നത് ആരാണ്? റോമക്കാരാണ്. റോമൻ നിയമം അനുസരിച്ച് ബ്ലാസ്ഫമി മരണശിക്ഷ അർഹിക്കുന്ന കുറ്റമല്ല. ദൈവദൂഷണം പറഞ്ഞാൽ റോമക്കാരാരെയും കൊല്ലില്ല. അപ്പോൾ റോമൻ പട്ടാളത്തിൻ്റെ കയ്യിൽ, റോമൻ ഭരണകൂടത്തിൻ്റെ കയ്യിൽ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ റോമൻ നിയമമനുസരിച്ച് വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റം അവനിൽ ആരോപിക്കണം. അപ്പോൾ അവർ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിക്കുമ്പോൾ അവർ പീലാത്തോസിനോട് പറയുന്നത് യേശു എന്ത് കുറ്റം ചെയ്തു എന്നാണ്? അവൻ രാജ്യദ്രോഹം ചെയ്തു എന്നാണ്. സീസറിനെതിരെ കലാപമുണ്ടാക്കാൻ പരിശ്രമിച്ചു എന്നാണ്. ട്രീസൺ, TREASON, ട്രീസൺ, രാജ്യദ്രോഹ കുറ്റം. ഇതാണ് യേശുവിൻ്റെ മേൽ അവർ ആരോപിക്കുന്നത്. അങ്ങനെ രാജ്യദ്രോഹം ചെയ്ത, ദേശവിരുദ്ധ നടപടികളിൽ ഏർപ്പെട്ട ഒരു മനുഷ്യനെ ഞങ്ങൾ കൊണ്ടുപോയി, അത് കാണിക്കാനാണ്, അവനെ കെട്ടി കൊണ്ടുപോകുന്നത്. ഇവൻ കൊടും കുറ്റവാളിയാണെന്ന് തോന്നിപ്പിക്കാനാണ്. വായിച്ചേ, അത് രാവിലെ തന്നെ പുരോഹിത പ്രമുഖന്മാർ ജനപ്രമാണികളോടും നിയമജ്ഞരോടും ന്യായാധിപ സംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി അവർ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നു. ഇനി നിൽക്കട്ടെ, ഈ യഹൂദന്മാരുടെ രാജാവ് എന്ന ഈ ടൈറ്റിൽ ഈ 15-ാം അധ്യായത്തിൽ ഇനി മൊത്തത്തിൽ 5 തവണ ആവർത്തിക്കപ്പെടും. യേശുവിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം അവൻ യഹൂദരുടെ രാജാവായി സ്വയം എന്നുള്ളതാണ്. അതാണ് റോമൻ നിയമം അനുസരിച്ച് ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റമായി വ്യാഖ്യാനിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ ടൈറ്റിൽ അത് ശ്രദ്ധിക്കാം, കിങ് ഓഫ് ദ ജൂസ്, യഹൂദരുടെ രാജാവ്. അത് നമുക്ക് പലയിടത്തായിട്ട് ഇനി കാണുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. 9-ാമത്തെ വാക്യം വായിച്ചേ. അവൻ പറഞ്ഞു, യഹൂദരുടെ രാജാവിനെ ഞാൻ മോചിപ്പിച്ച് തരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അടുത്തത് ഇനി 12. പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു, യഹൂദരുടെ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യണം? ഇനി താഴോട്ട് വരുമ്പോൾ 18-ാമത്തെ വാക്യം, യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് അവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി. ഇനി വീണ്ടും താഴോട്ട് വരുമ്പോൾ 26, യഹൂദരുടെ രാജാവെന്ന് അവൻ്റെ പേരിൽ ഒരു കുറ്റപത്രവും എഴുതി വച്ചിരുന്നു. ഇങ്ങനെ നമ്മൾ ആദ്യം വായിച്ചതുൾപ്പെടെ 5 തവണയാണ് ഈ അധ്യായത്തിൽ തന്നെ ഈ ടൈറ്റിൽ ആവർത്തിക്കപ്പെടുന്നത്, യഹൂദരുടെ രാജാവ്. യഥാർത്ഥത്തിൽ അവർ യേശുവിനെ പരിഹസിക്കാൻ വേണ്ടിയാണ് ഈ ടൈറ്റിൽ യേശുവിൻ്റെ മേൽ ചാർത്തി കൊടുത്തത്, യഹൂദരുടെ രാജാവ്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ പറയാതെ പറയുകയായിരുന്നു. അവർ ലോകത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു, ഇവൻ യഹൂദരുടെ രാജാവാണ്, ഇവൻ ലോകത്തിൻ്റെ രാജാവാണ്. ഐറോണിക്കലി ദേ വേ സ്റ്റേറ്റിംഗ് ദാറ്റ് ഹി ഈസ് ദ കിങ് ഓഫ് ദ ജൂസ് ആൻഡ് കിങ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഇതൊരു വിരോധാഭാസം പോലാണ് ഈശോയുടെ തലയ്ക്ക് മീതെ ഈ ടൈറ്റിൽ തൂങ്ങിക്കിടക്കുന്നത്. നിങ്ങളിങ്ങനെ വിചാരിച്ചേ, ഈശോയുടെ കുരിശുമരണം ഈ 2021 നടന്നിരുന്നതെങ്കിൽ ഇന്ന് ഈശോയെ കുരിശ് തറയ്ക്കുന്ന സമയത്ത് മീഡിയയൊക്കെ വന്ന് ഫോട്ടോ എടുത്തേനെ. ഫോട്ടോ എടുത്തിട്ട് ഈശോയുടെ മരണത്തിന് ശേഷം ഈ ഫോട്ടോ എല്ലാം നമ്മൾ കാണുമ്പോൾ ഓരോ ഫോട്ടോയിലും ഈശോയുടെ തലയ്ക്ക് മീതെ എന്തെഴുതി വെച്ചിരിക്കും? യഹൂദരുടെ രാജാവ് എന്ന് പറഞ്ഞതുപോലെ റോമൻ റെക്കോർഡിൽ അന്ന് രാത്രി ഒരു റോമ പട്ടാളക്കാരൻ, ഒരു റോമൻ ജനറൽ, ഒരു സാർജൻ മേജർ രാത്രി അയാളുടെ ക്രോണിക്കിൾ എഴുതുമ്പോൾ, അയാളുടെ നാൾ വഴി എഴുതുമ്പോൾ അയാൾ ഇങ്ങനെ എഴുതി വെക്കും, 2000 AD 29 ഡേറ്റ് ചെയ്തു ആവട്ടെ, അന്ന് 3 മണിക്ക്, ഉച്ചയ്ക്ക് 3 മണിക്ക് ഇന്ന് 3 കുറ്റവാളികളെ കുരിശിൽ തറച്ച് കൊന്നു. എന്നിട്ട് അവരുടെ പേരെഴുതുമ്പോൾ ആ പേരിൻ്റെ കൂടെ അവരുടെ ചാർജ് ഷീറ്റും കൂടെ എഴുതും, എന്തിനാണ് കുരിശിൽ തറച്ച് കൊന്നത്. ബാക്കി 2 കൊള്ളക്കാരുടെ ലിസ്റ്റ് എഴുതുമ്പോൾ എഴുതും, ബറാബാസിൻ്റെ കൂടെ കലാപത്തിന് ആഹ്വാനം ചെയ്ത കവർച്ചക്കാർ, കൊള്ളക്കാർ. ഈശോയുടെ എഴുതുമ്പോൾ എഴുതും, യഹൂദരുടെ രാജാവ് എന്ന് അവകാശപ്പെട്ട യേശു. ഒരുപക്ഷെ ചെതലരിച്ചു പോയ ഏതോ റോമൻ റെക്കോർഡുകളിൽ പണ്ട് ഏതോ ഒരു ജനറൽ എഴുതി വെച്ചിരുന്നു, യഹൂദരുടെ രാജാവായ യേശു. ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ അന്ന് നിർവാഹമില്ലായിരുന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്നും ആ ഫോട്ടോ കാണുമ്പോൾ കാണാമായിരുന്നു യഹൂദരുടെ രാജാവ്.
ഇത് മർക്കോസ് ആവർത്തിച്ച് എഴുതുന്നതിൻ്റെ കാരണം ഒരു പരിഹാസം പോലെ അദ്ദേഹം എഴുതുകയാണ്. നിങ്ങൾ കുരിശിൽ തറച്ചവൻ ഇന്ന് രാജാവായി മാറി. നിങ്ങൾക്കത് മനസ്സിലായില്ല. നിങ്ങളന്നവനെ കളിയാക്കിക്കൊണ്ട് അവൻ്റെ തലയ്ക്ക് മീതെ എഴുതിയ ആ പേര് ഇന്ന് അവൻ്റെ മേൽ സ്വർഗം എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ മർക്കോസ് ഇത് എഴുതുന്ന സമയത്ത് ഞാൻ വിചാരിക്കുകയാണ് അദ്ദേഹം വളരെ ബോധപൂർവമാണ് ഈ ടൈറ്റിൽ ആവർത്തിച്ചത്. ഒരു പരിഹാസം പോലെയോ ഒരു കുറ്റപ്പെടുത്തൽ പോലെയോ സുവിശേഷകൻ ഈ ടൈറ്റിൽ ആവർത്തിക്കുകയാണ്. നമുക്ക് വായിക്കാം. അപ്പോൾ അദ്ദേഹം പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? ഈശോ എന്താ മറുപടി പറഞ്ഞേ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നു. പുരോഹിത പ്രമുഖന്മാരും അവന്. അപ്പോൾ ഈശോ മറുപടി പറഞ്ഞത് യേസ് ആണോ നോ ആണോ? യേസ് ആണോ നോ ആണോ? നീ യഹൂദരുടെ രാജാവാണോ? നീ തന്നെ പറയുന്നല്ലോ. യേസ് ഓർ നോ? യേസും അല്ല നോയും അല്ല. ദിസ് ഈസ് നെയ്തർ ആൻ അഫർമേഷൻ നോർ എ ഡിനയൽ. ഇത് ഈശോ വളരെ ബുദ്ധിപൂർവ്വം മറുപടി പറയുകയാണ്. ബുദ്ധിപൂർവം ഒന്നും പറഞ്ഞില്ല പീലാത്തോസിനോട്. എന്നാൽ 14-ാം അധ്യായത്തിൽ കയ്യാപ്പ ചോദിക്കും, നീയാണോ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനായ ക്രിസ്തു? യേശു പറഞ്ഞു, ഞാൻ തന്നെ. മനസ്സിലായോ? കയ്യാപ്പായോട് ചോദിച്ചു. കയ്യാപ്പ ചോദിച്ചു പറഞ്ഞു, ഞാൻ തന്നെ. മാത്രമല്ല, ഞാൻ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് മാത്രമല്ല, വാനമേഘങ്ങളിൽ ഞാൻ എഴുന്നള്ളി വരുന്നത് നീ കാണുവിടാന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടോ, ഒരാൾ ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല, കൃത്യമായിട്ട് ഉത്തരം പറയുന്നില്ല. ഒരാൾ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് പറയുന്നു. എന്തുകൊണ്ടാണ്? ഈശോ കയ്യാപ്പ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞതിൻ്റെ കാരണം ഈശോ തൻ്റെ ഐഡൻറ്റിറ്റി, താൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് തിരിച്ചറിയേണ്ട, വിശ്വസിക്കാൻ സാധ്യതയുള്ള, വിശ്വസിക്കാൻ ബാധ്യതയുള്ള ഒരാളാണ് കയ്യാപ്പ. ആ കയ്യാപ്പായോട് ക്ലിയറായിട്ട് പറയുകയാണ്. കാരണം അവന് ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ്. അവനോട് വ്യക്തമായിട്ട് പറയുകയാണ്. പീലാത്തോസ് ചോദിക്കുമ്പോൾ പറയുന്നില്ല. മറ്റൊരു കാരണം കൂടിയുണ്ട് പീലാത്തോസിൻ്റെ അടുത്ത് വ്യക്തമായിട്ട് ഉത്തരം പറയാത്തതിന്, നമുക്ക് പിന്നീട് കാണാതെ. അപ്പോൾ പീലാത്തോസ് വീണ്ടും ചോദിച്ചു, നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ? നോക്കൂ, എത്ര കുറ്റങ്ങളാണ് അവർ നിൻ്റെ മേൽ ആരോപിക്കുന്നത്. എന്നാൽ യേശു മറുപടി ഒന്നും പറഞ്ഞില്ല. തന്മൂലം പീലാത്തോസ് വിസ്മയിച്ചു. ഇവിടുന്ന് ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു റോമൻ കോടതിയിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആള്, പ്രതി, കുറ്റാരോപിതൻ നിൽക്കുമ്പോൾ ജഡ്ജ് ചോദിക്കുകയാണ്, നീ കുറ്റം ചെയ്തിട്ടുണ്ടോ? കുറ്റവാളി മറുപടി പറയുന്നു, ഞാൻ ചെയ്തിട്ടില്ല സാർ, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന കുറ്റവാളിയുടെ വാക്ക് ജഡ്ജിക്ക് വിശ്വാസത്തിലെടുക്കാൻ തോന്നിയാൽ, തെളിവുകളൊന്നും വേണ്ട, ഒരു ഡോക്യുമെൻ്റൽ പ്രൂഫും വേണ്ട, ഇയാൾ പറയുന്നത് സത്യമാണ് എന്ന് ജഡ്ജിക്ക് തോന്നിയാൽ അവനെ വെറുതെ വിടാം. പക്ഷേ ഈശോ ഒന്നും മിണ്ടിയില്ല. ഈശോ പറയുകയാണ്, ഞാനിത് ചെയ്തിട്ടില്ല, ഇത് കെട്ടിച്ചമച്ച കഥയാണ്. മാത്രവുമല്ല, ഇനി ഞാൻ നിങ്ങളോട് 6 കാരണങ്ങൾ പറയാം. പീലാത്തോസിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇത് കെട്ടിച്ചമച്ചതാണെന്ന്. അതുകൊണ്ട് പീലാത്തോസ് ചില പ്രവൃത്തികളിൽ ഏർപ്പെട്ടു. നമുക്ക് കാണാം, ഒരു 6 കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ പീലാത്തോസിന് യേശുവിനെ വിടണമെന്നുണ്ട്. ഈശോ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തിട്ടില്ല, ഇത് കെട്ടിച്ചമച്ചതാണ്, ആരോപണങ്ങൾ പൊരുത്തപ്പെട്ടിട്ടില്ല, സാക്ഷികൾ തമ്മിൽ മാച്ച് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മാത്രം മതി, പീലാത്തോസിനെ വെറുതെ വിടാം. പീലാത്തോസ് വെറുതെ വിടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പീലാത്തോസിൻ്റെ മുമ്പിൽ യേശു നിശബ്ദനായിരുന്നു. അതിനൊരു കാരണമേ ഉള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടത്. എന്താണ്? ഈശോ നിൽക്കുന്നത് ആരുടെ സ്ഥാനത്താണ്? നമ്മുടെ സ്ഥാനത്താണ്. ഈശോ നിൽക്കുന്നത് എനിക്ക് പകരമാണ്. പീലാത്തോസിൻ്റെ കോടതിയിൽ യേശു നിൽക്കുന്നത് എൻ്റെ സ്ഥാനത്താണ്, എനിക്ക് പകരമാണ്. യേശു ഇത് ചെയ്തിട്ടില്ല, പക്ഷെ ഞാനിത് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്ഥാനത്താണ് യേശു നിൽക്കുന്നത്, എനിക്ക് പകരമാണ് യേശു നിൽക്കുന്നത്. എനിക്ക് പകരമാണ് അവൻ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഈശോ ഒന്നും മിണ്ടാത്തത്. ഇനി നമുക്ക് പീലാത്തോസിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഈ പീലാത്തോസിന് യഥാർത്ഥത്തിൽ യേശുവിനെ വിടണമെന്നുണ്ട്. അതിന് പല കാരണങ്ങൾ ബൈബിളിൽ തന്നെ ഉണ്ട്. ഒന്നാമത്തെ കാരണം, ഈ യഹൂദന്മാർ ഇവൻ രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്ന ആരോപണവുമായി യേശുവിനെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ പീലാത്തോസ് ഓക്കെ, രാജ്യദ്രോഹ കുറ്റമാണോ, അവനെ കുരിശിൽ തറച്ചോളൂ എന്നൊരു ജഡ്ജ്മെൻറ്റ് നടത്തുന്നില്ല. അയാൾ എന്ത് ചെയ്തു?
അയാൾ കേസ് റീഓപ്പൺ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഒന്നുകൂടെ ട്രയൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ കൊണ്ടുവന്ന ആളുകൾ പറഞ്ഞ ആരോപണങ്ങൾ അദ്ദേഹം സീരിയസ് ആയിട്ട് എടുക്കുന്നേ ഇല്ല. അദ്ദേഹം ഒന്നുകൂടെ ട്രയൽ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഒന്നാമത്തെ കാരണം, കേസ് അയാൾ റീഓപ്പൺ ചെയ്തു, റീ എക്സാമിൻ ചെയ്തു. രണ്ടാമത്തെ കാരണം, അയാൾ കൊണ്ടുവന്ന ആളുകളോട് ചോദ്യം ചോദിക്കാനല്ല പറയുന്നത്, പീലാത്തോസ് നേരിട്ട് ചോദിക്കുകയാണ്. പീലാത്തോസിന് നേരിട്ട് ചോദിക്കണമെന്നില്ല, വേറെ ആരെയും കൊണ്ടെങ്കിലും ചോദിപ്പിച്ചാൽ മതി. ഇയാൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് തരാൻ പറഞ്ഞാൽ മതി. പക്ഷെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പീലാത്തോസ് നേരിട്ട് യേശുവിനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? മൂന്നാമത്തേത്, ഈ ആരോപണങ്ങൾക്കൊന്നും നീ എന്താ മറുപടി പറയാത്തത്? നീ മറുപടി പറയൂ, നീ എന്തെങ്കിലും പറയൂ എന്ന് പറഞ്ഞിട്ട് യേശുവിനെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ്, ഒരു സാധ്യത കൊടുത്ത് യേശുവിനെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യിക്കാൻ ശ്രമിച്ചു. നീ ഒന്ന് പറ, എന്തെങ്കിലും ഒന്ന് പറ. ഇത് ഇത്രയും ആരോപണം ഇവർ പറയുന്നില്ലേ. നാലാമത്തെ കാര്യം, ഹെറോദസിൻ്റെ അടുത്തേക്ക് പീലാത്തോസ് യേശുവിനെ വിടുന്നതായിട്ട് നമ്മൾ മറ്റ് സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. എന്തിനാണ് ഹെറോദസിൻ്റെ അടുത്തേക്ക് വിട്ടത്? എങ്ങനെയെങ്കിലും യേശുവിനെ, കാരണം ഒരു യഹൂദൻ്റെ അടുത്തേക്ക് വിടുമ്പോൾ യഹൂദൻ എങ്ങനെയെങ്കിലും യേശുവിനെ ലീവ് ചെയ്യും, സ്വതന്ത്രനാക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഹെറോദസിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുന്നത്. അടുത്തത്, തിരുനാളിന് ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നു. ഒരു കുറ്റവാളിയെ പീലാത്തോസിന് വിട്ടുകൊടുക്കാം തിരുനാളിന്. ഇപ്പോൾ പീലാത്തോസ് എന്ത് ചെയ്തു? വായിച്ചേ, 6ാമത്തെ വാക്യം മുതൽ. ജനം ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ അവർ തിരുനാളിൽ മോചിപ്പിക്കുക പതിവായിരുന്നു. വിപ്ലവത്തിനിടയിൽ കൊലപാതകം നടത്തിയ ബറാബാസ് എന്നൊരുവൻ വിപ്ലവകാരികളോടൊപ്പം തടങ്കലിൽ ഉണ്ടായിരുന്നു. ജനക്കൂട്ടം പീലാത്തോസിൻ്റെ അടുത്ത് ചെന്ന് പതിവുള്ള ആനുകൂല്യത്തിന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, യഹൂദരുടെ രാജാവിനെ ഞാൻ മോചിപ്പിച്ച് തരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തെന്നാൽ അസൂയ നിമിത്തമാണ് പുരോഹിത പ്രമുഖന്മാർ അവനെ ഏൽപ്പിച്ച് തന്നതെന്ന് അവന് അറിയാമായിരുന്നു. എന്നാൽ ബറാബാസിനെയാണ് വിട്ടു തരേണ്ടതെന്ന് ആവശ്യപ്പെടാൻ പുരോഹിത പ്രമുഖന്മാർ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു. പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു, യഹൂദരുടെ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യണം? അവർ വിളിച്ചു പറഞ്ഞു, അവനെ കുരിശിൽ തറയ്ക്കുക. പീലാത്തോസ് ചോദിച്ചു, അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? അവർ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. അപ്പോൾ പീലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ടടിച്ചതിന് ശേഷം കുരിശിൽ തറയ്ക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ എന്താണ്? കേസ് റീ എക്സാമിൻ ചെയ്തു. രണ്ടാമത്തേത്, പീലാത്തോസ് നേരിട്ട് ചോദ്യം ചോദിച്ചു. മൂന്നാമത്തേത്, ഡിഫെൻഡ് ചെയ്യാൻ അവസരം കൊടുത്തു. നാലാമത്തേത്, തിരുനാളിന് അനുവദനീയമായിരുന്ന ആനുകൂല്യം അനുസരിച്ച് യേശുവിനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അഞ്ചാമത്തേത് എന്ത് ചെയ്തു? യേശു എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ആറാമത്തേത്, യേശു എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചു. ആറാമത്തേത്, ഹെറോദസിൻ്റെ അടുത്തേക്ക് വിട്ടു. ഇതെല്ലാം ചെയ്തു. പീലാത്തോസിന് വേണമെങ്കിൽ യേശുവിനെ വിടാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് പീലാത്തോസ് വിട്ടില്ല? നമ്മളിത് വളരെ വിശദമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കഥാപാത്രമാണ് പീലാത്തോസ്. അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് തുടർന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുത്തെ കരുണയെ ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെയും പ്രതിനിധിയായി പീലാത്തോസ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. യേശുവിനെ വിട്ടുകൊടുക്കണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അയാൾക്ക് വേണമെങ്കിൽ യേശുവിനെ വിട്ടുകൊടുക്കാമായിരുന്നു. അയാൾക്ക് വേണമെങ്കിൽ യേശുവിൻ്റെ പക്ഷത്ത് നിൽക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അയാൾ യേശുവിന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറായില്ല? ഇതുപോലെയാണ് ഞങ്ങളും ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും. കർത്താവായ ദൈവമേ, യേശു വന്ന് മുൻപിൽ നിൽക്കുമ്പോൾ മറ്റേത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും യേശുവിനെ തള്ളിപ്പറയാതിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.